السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. അള്ളാഹു സുബ്ഹാനഹു വതആല വജഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വതആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച വിശദീകരണം നമ്മൾ ഹദീഫു ജിബിരിൽ എന്ന ഹദീഫിന്റെ ആകത്തുകയായി നമ്മളിവിടെ സംസാരിക്കുകയുണ്ടായി. ഇനി ചില അനുബന്ധ കാര്യങ്ങൾ കൂടെ നമുക്ക് ഇന്ന് സംസാരിക്കാനുണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അടുത്ത തിങ്കളാഴ്ച മുതൽ നമ്മുടെ തഫ്സീർ പഠനം ആരംഭിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു സംസാരം നമ്മുടെ വിശ്വാസം ഏറ്റവും കുറ്റമറ്റതായ രൂപത്തിലാക്കുവാൻ അതിനുള്ളൊരു സബബായി നിശ്ചയിക്കുമാറാവട്ടെ. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ അത് ഇത്രയും ദിവസങ്ങൾ നമ്മൾ സംസാരിച്ച വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതിൽ പലപ്പോഴും പല സൂചനകളും കടന്നു വന്നതുമാണ്. എങ്കിലും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് രണ്ട് വിഷയങ്ങളാണ്. അതിലൊന്നാമത്തെ കാര്യം എന്നുള്ളത്, നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിശേഷണങ്ങൾ, അവൻ്റെ ക്വാളിറ്റികൾ, അവൻ്റെ ഇസ്മുകൾ, പേരുകൾ, ഇതൊക്കെ ഖുർആനിലും ഹദീസുകളിലും ധാരാളം പരാമർശിക്കപ്പെട്ടൊരു വിഷയമാണ്. ഈ പേരുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവൻ്റെ വിശേഷണങ്ങളെ സംബന്ധിച്ച് നമ്മുടെ നിലപാട് എന്തായിരിക്കണം എന്ന് നമ്മൾ നേരത്തെ തൗഹീദിനെ പറ്റി പറയുമ്പോൾ ചെറിയൊരു രൂപത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പിഴവുകൾ സംഭവിച്ചിട്ടുള്ള, വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുള്ള ധാരാളം വിഭാഗങ്ങൾ മുസ്ലിമീങ്ങൾക്കിടയിൽ പിന്നീട് ചരിത്രത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അശ്ആരികൾ എന്ന പേരിൽ, മാതുരീദികൾ എന്ന പേരിൽ, മുഅ്തസിലി എന്ന പല വിഭാഗങ്ങൾ ഈ ഒരു വിഷയത്തിൽ കാര്യമായ അബദ്ധം സംഭവിച്ച ആളുകളാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വഹാബത്തിന്റെ നിലപാടുകൾ അത് എല്ലാ വിഷയത്തിലും കൈക്കൊള്ളുക എന്നുള്ളതാണല്ലോ നമ്മുടെ നിലപാടുകളുടെ ചുരുക്കം. ഈ വിഷയത്തിൽ സ്വഹാബത്തിന്റെ നിലപാട് എന്തായിരുന്നു, അല്ലെങ്കിൽ സ്വഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച താബിഈങ്ങളുടെ നിലപാട് എന്തായിരുന്നു, ഇത് നമ്മൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സംഭവം. അത് നമ്മുടെ മുൻഗാമികളുടെ കൂട്ടത്തിൽപ്പെട്ട വലിയ അറിയപ്പെട്ട ആലിമായ ഇമാം മാലിക് റഹിമഹുല്ലാഹ്, നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. 4 മദ്ഹബുകളുടെ ഇമാമമാരിൽപ്പെട്ടൊരു ഇമാമാണ് ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം മസ്ജിദുൻ നബവിയിൽ ആണ്. അദ്ദേഹം മദീനക്കാരനാണ്. മസ്ജിദുൻ നബവിയിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കെ ഒരാൾ മസ്ജിദിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് അയാൾ ഇമാം മാലിക് റഹിമഹുല്ലയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അദ്ദേഹം ചോദിക്കുന്നത്, അർ റഹ്മാനു അലൽ അർഷിസ്തവ ആയത്താണ്. റഹ്മാനായ റബ്ബ് അർഷിന്റെ മുകളിൽ ഇസ്തിവ ആയി. ഇസ്തിവ എന്ന് വെച്ചാൽ മുകളിലായി, ഉപരിയിലായി എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഈ ആയത്ത് ഓതിയിട്ട് അയാൾ ചോദിക്കുന്നത്, കൈഫസ്തവ, ഉപരിയിലായി എന്ന് പറഞ്ഞല്ലോ ആയത്തിൽ, എങ്ങനെയാണ് മുകളിലായത്? ഇസ്തിവ, അതിന്റെ രൂപം എന്താണ് എന്ന് ഇമാം മാലിക് റഹിമഹുല്ലയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി അത് വളരെ പ്രസിദ്ധമായൊരു മറുപടിയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മറുപടിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് നമുക്ക് എല്ലാ അള്ളാഹുവിന്റെ വിശേഷണങ്ങളിലും നമുക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റുന്നൊരു മറുപടി. എന്ന് വെച്ചാൽ ഏത് റബ്ബിന്റെ വിഷയത്തിൽ സംസാരിക്കപ്പെട്ട എല്ലാ ക്വാളിറ്റികൾക്കും, എല്ലാ സിഫത്തുകൾക്കും, വിശേഷണങ്ങൾക്കും നമുക്ക് ഈ ഒരു മറുപടി പര്യാപ്തമാണ്, മതിയാകുന്ന മറുപടിയാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞ മറുപടി? അദ്ദേഹം പറഞ്ഞത്, അൽ ഇസ്തിവാഉ മഅലൂമുൻ. ഇസ്തിവ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഭാഷയിൽ അറിയപ്പെട്ടൊരർത്ഥമാണ്, ആർക്കും പരിചയമില്ലാത്തൊരു വാക്കൊന്നല്ല. ഇസ്തിവ എന്നാൽ മുകളിലായി, ഉപരിയിലായി എന്നുള്ള അർത്ഥമാണ്. എന്നാൽ വൽ കൈഫു മജ്ഹൂലുൻ,
അതിന്റെ രൂപം നമുക്കറിയില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ കണ്ടിട്ടില്ല. അവന്റെ രൂപം എന്താ നമുക്കറിയില്ല. പിന്നെ അവൻ എങ്ങനെ ഇസ്തിവ ആകുന്നതിന്റെ രൂപം നമുക്കെങ്ങനെ അറിയാം? അതറിയില്ല. എന്നാൽ വൽ ഈമാനു ബിഹി വാജിബുൻ, അതിൽ വിശ്വസിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അള്ളാഹു ഇസ്തവ, അവൻ അർഷിന്റെ മുകളിൽ ഉപരിയിലായിട്ടുണ്ടെന്ന് അള്ള പറഞ്ഞു തരുമ്പോൾ നമ്മളെങ്ങനെ നിഷേധിക്കുക? ഇല്ല, ആയിട്ടില്ല, നമുക്കെങ്ങനെ പറയാൻ കഴിയാം? അത് നമ്മൾ വിശ്വസിക്കൽ നിർബന്ധമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വസ്സുആലു അൻഹു ബിദ്അ, അതിനെപ്പറ്റി ചോദിക്കുക എന്നുള്ളത്, ശരി ഇതിന്റെ രൂപം എങ്ങനെയാണ്, മുകളിലായത് എങ്ങനെയാണ് അതിന്റെ രൂപം എന്ന് ചോദിക്കൽ ബിദ്അത്താണ്. എന്ന് വെച്ചാൽ സ്വഹാബത്തിന് പരിചയമില്ല, താബിയങ്ങൾ, ഇവരൊക്കെ ഈ ഹദീസുകൾ ആയത്തുകളൊക്കെ കേട്ട ആൾക്കാരാ. അവരൊന്നും അവർ ജീവിതത്തിൽ ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല ഇതെങ്ങനെയാണ് അങ്ങനെ ആയത്, അല്ലെ അള്ള മൂസാ നബിയോട് സംസാരിച്ചു, അതെങ്ങനെ സംസാരിച്ചത്, അള്ളാഹ് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി, അതെങ്ങനെ ഇറങ്ങി വരുന്നത്, ഇതൊന്നും അവരൊന്നും ഒരിക്കൽ അവരുടെ ജീവിതത്തിൽ പോലും ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല. കാരണം അവർക്ക് അവരുടെ മൈൻഡിൽ ബോധ്യമുള്ളൊരു അടിസ്ഥാനമാണ് അള്ളാഹു എന്നുള്ളത് ഒരു സൃഷ്ടിയെയും പോലല്ല. അല്ലെ, വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവനെ പോലെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സംസാരം എന്ന് പറയുന്ന ഒരു സൃഷ്ടികളുടെ സംസാരം പോലെ ആയിരിക്കൂല എന്ന് അവർക്കറിയാം. അള്ളാഹു ഇറങ്ങുക എന്ന് പറയുമ്പോൾ മറ്റൊരു സൃഷ്ടിയുടെ ഇറക്കം പോലെ ആയിരിക്കൂല. ഒരു കാര്യവും അള്ളാഹുവിന്റെ കൈകളെ പറ്റി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അള്ളാഹുവിന്റെ മുഖമുണ്ടെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ അള്ളാഹു തൃപ്തിപ്പെടും, കോപിക്കും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലെ, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, സംസാരമാണ്. അപ്പൊ ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ അള്ളാഹുവിനെ പറ്റി പഠിപ്പിച്ചു തന്നത് ഇതൊന്നും ഒരു സൃഷ്ടിയുടെയും പോലല്ല എന്ന് അവർക്ക് കൃത്യമായ ധാരണയുള്ളത് കൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് പിന്നെ എന്ത് പ്രസക്തിയാ ഉള്ളത്? അതുകൊണ്ട് തന്നെ അവർ ചോദിച്ചിട്ടില്ല, അവർ ചോദിക്കാത്ത ഒരു പുത്തൻ ചോദ്യം, വിദഅത്താകുന്ന ഒരു ചോദ്യം, ആ ചോദ്യമാണിത് എന്ന് ഇമാം മാലിക് റഹിമഹുല്ല അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹത്തിനെ പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ കൽപ്പിക്കണം. കാരണം ഒരു പുത്തൻ വാദിയാണ്. ആളുകൾക്കിടയിൽ മുസ്ലിമീങ്ങൾ ഇതുവരെ അനുഷ്ഠിച്ചു പോന്നിരുന്ന വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന, അതിൽ അതിൽ വസ്വാസ് ഉണ്ടാക്കുന്ന തരത്തിൽ കടന്നു വന്ന ഒരാളെ അദ്ദേഹം അവിടെ നിന്ന് ശിക്ഷിച്ചുകൊണ്ട് പറഞ്ഞയക്കുന്ന ഒരു രംഗം ഇമാം മാലിക് റഹിമഹുല്ലയുടെ ജീവിതത്തിൽ നടന്നതായി കാണാം. അപ്പോൾ ഇത് ഒരു അടിസ്ഥാനമാണ് ഇമാം മാലിക് റഹിമഹുല്ലയുടെ ഈ ഒരു പ്രതികരണം എന്നുള്ളത്. ഈ ഒരു പ്രതികരണം നമ്മൾ ശ്രദ്ധിക്കണം, ഇത് എല്ലാ റബ്ബിന്റെ വിശേഷണങ്ങളിലും ബാധകമാണ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, ഈ വിശ്വാസ കാര്യങ്ങളെ ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഈമാനെ പറ്റി, വിശ്വാസം എന്ന് പറഞ്ഞപ്പോൾ ഈമാനാണല്ലോ, നമ്മൾ ശ്രദ്ധിക്കണം ഈമാൻ എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം, അതിന്റെ ഹഖീഖത്ത് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്ത് ഇബ്രാഹിമിൽ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഈ നേർക്ക് നേരെ കാണാൻ പറ്റാത്ത കാര്യങ്ങളെ നേർക്ക് നേരെ കാണാൻ പറ്റുന്ന ഒരു കാര്യവുമായിട്ട് നമ്മൾ അതിനെ കമ്പയർ ചെയ്ത് എക്സാമ്പിൾ ആയിട്ട് പഠിപ്പിച്ചില്ല. അത് റബ്ബിന്റെ ഒരു അനുഗ്രഹമാണ്. കാരണം നമുക്ക് പെട്ടെന്ന് ആ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനിനെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തരുന്നത്, നമുക്ക് വിശദീകരിച്ചു തരുന്നത് എങ്ങനെയാ? അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തൻ തൊയ്യിബത്തൻ കശജറത്തിൻ തൊയ്യിബ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനിനെ ഉദാഹരണമായിട്ട് പറയും നല്ലൊരു മരമായിട്ടാണ്. ഈമാൻ എന്നുള്ളത് നല്ലൊരു മരം പോലെയാണ്. അസ്ലുഹ സാബിത്തുൻ, അതിന്റെ വേരുകൾ അത് ഭൂമിക്കടിയിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. വഫറഉഹ ഫിസ്സമാ, അതിന്റെ ചില്ലകളാണെങ്കിൽ ആകാശം മുട്ടെ പടർന്ന് പന്തലിച്ചിട്ടുമുണ്ട്. തുഅ്തി ഉകുലഹ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹ, ഈ മരം ആണെങ്കിൽ അതിന്റെ ഫലം അതിന്റെ റബ്ബിന്റെ അനുമതി പ്രകാരം എല്ലാ സന്ദർഭത്തിലും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു മരം നമ്മൾ ശ്രദ്ധിക്കണം, ഇതുപോലെയാണ് ഈമാൻ എന്നുള്ളത്, ഈ മരത്തിനെ പോലെയാണ് ഈമാൻ എന്നുള്ളത്. എന്ന് വെച്ചാൽ പല ആളുകളും വിചാരിച്ചിട്ടുള്ളത് പോലെ ഈമാൻ എന്നുള്ളത് ഒരൊറ്റൊരു സംഗതിയല്ല. എന്ന് വെച്ചാൽ ഈമാൻ ഉണ്ടെങ്കിൽ പൂർണ്ണമായി ഈമാൻ ഉണ്ട്, ഇല്ലെങ്കിൽ തീരെയില്ല, അങ്ങനത്തെ ഒരു കാര്യമല്ല ഈമാൻ. ഈമാൻ ഇപ്പൊ പല മരങ്ങൾ കണ്ടിട്ടില്ലേ, ചിലതിന് വളരെയധികം ചില്ലകൾ ഉണ്ടാവും, ചിലതിന്റെ വേര് വളരെയധികം ആഴ്ന്നിറങ്ങിയിട്ടുണ്ടാവും, ചിലതിന്റെ തടി നല്ല വലിപ്പമുണ്ടാവും, ചിലതിൽ നല്ല ഫലങ്ങൾ ഉണ്ടാവും, ചിലതിൽ കുറവായിരിക്കും.
ഇതേപോലെ തന്നെ ആളുകളുടെ ഈമാനിൽ എന്തുണ്ട്? ഇതേപോലെ മാറ്റങ്ങൾ ഉണ്ടാകും, വ്യത്യാസങ്ങൾ ഉണ്ടാകും. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ ഈമാൻ എന്നുള്ളത് കൂടുകയും കുറയുകയും ചെയ്യാം. ഈമാൻ എന്നുള്ളത് കൂടുകയും കുറയുകയും ചെയ്യാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈമാനിനെ കൂട്ടുന്ന കാര്യങ്ങൾ അത് ദീനുൽ ഇസ്ലാം ധാരാളം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ, അതേപോലെ തന്നെ ഈമാൻ കുറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ദീനുൽ ഇസ്ലാം താക്കീത് നൽകിയിട്ടുണ്ട്. ഏതുപോലെ? ഉദാഹരണത്തിന് ഹദീസുകളിൽ കാണാം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നതൊക്കെയും തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരേക്കും നിങ്ങളിൽ ഒരാളുടെ ഈമാനും പരിപൂർണമാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരാൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല, സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നതൊക്കെ മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ്റെ ഹൃദയത്തിൽ ഈമാനേ ഇല്ലെന്നാണോ? അല്ല, അവൻ്റെ ഈമാൻ കംപ്ലീറ്റഡ് അല്ല, അവൻ്റെ ഈമാൻ പരിപൂർണമായിട്ടില്ല, അവൻ്റെ ഈമാൻ വളരെ ദുർബലമായ അവസ്ഥയിലാണുള്ളത്. അതേപോലെ തന്നെ വേറെയും ഹദീസുകൾ, ഒരു ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വല്ലാഹി ലാ യുഅ്മിൻ വല്ലാഹി ലാ യുഅ്മിൻ വല്ലാഹി ലാ യുഅ്മിൻ. അള്ളാഹുവാണ് സത്യം, അവൻ്റെ ഈമാൻ പരിപൂർണമാവുകയില്ല. അള്ളാഹുവാണ് സത്യം, അവൻ്റെ ഈമാൻ ശരിയാവുകയില്ല. അള്ളാഹുവാണ് സത്യം, അവൻ്റെ ഈമാൻ പൂർണ്ണമാവുകയില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിക്കുന്നതാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവാഇഖഹു. ഒരാളെ ഉപദ്രവങ്ങളിൽ നിന്ന് അവൻ്റെ അയൽവാസി നിർഭയനായിട്ടില്ലെങ്കിൽ അവൻ്റെ ഈമാൻ ഒരിക്കലും പരിപൂർണമാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരാണ്. എന്ന് വെച്ചാൽ ഈമാൻ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് കൂടുക, എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് കുറയുക, ഇതൊക്കെ ആയത്തുകളിലും ഹദീസുകളിലും ഡീറ്റെയിൽ ആയി പരാമർശിക്കപ്പെട്ട വിഷയമാണ്. അപ്പൊ നമ്മൾക്ക് എത്രത്തോളം ഈമാൻ ഉണ്ടോ അത്രത്തോളം സ്ഥാനം റബ്ബിന്റെ അടുക്കൽ നമുക്ക് ഉണ്ടാവും. റബ്ബ് നമ്മൾ അത്രത്തോളം നമ്മളെ ഇഷ്ടപ്പെടും, നമുക്ക് അത്രത്തോളം നരകത്തിൽ നിന്ന് അകലാൻ സാധിക്കും, അത്രത്തോളം വലിയ ദറജകൾ സ്വർഗത്തിൽ കരസ്ഥമാക്കാനും സാധിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, ഈമാനുമായി ബന്ധപ്പെട്ട് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചില കാര്യങ്ങൾ, ചില തിന്മകൾ അത് നമ്മുടെ ഈമാനിനെ കുറയ്ക്കുകയല്ല ചെയ്യുക, മറിച്ച് ഈമാനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ചില തിന്മകളുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ചില തിന്മകൾ, നമ്മളിപ്പോ അയൽവാസിയെ ഉപദ്രവിക്കുന്നത് ഈമാനെ കുറയ്ക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞു. ഇതുപോലെ കളവ് പറയുക, ചതി നടത്തുക, അതുപോലെ തന്നെ പലിശ വാങ്ങിക്കുക, അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. ഇതൊക്കെ ഈമാനെ സാരമായി കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ വേറെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അത് നമ്മുടെ ഈമാനെ പൂർണ്ണമായും തകർത്ത് കളയുന്ന, ഈമാനെ തീരെ എന്നുവെച്ചാൽ നമ്മളുടെ ഹൃദയത്തിൽ ഈമാൻ അവശേഷിക്കാത്ത രൂപത്തിൽ നമ്മളൊരു കാഫറാക്കി തീർക്കുന്ന, ഈമാൻ ഇല്ലാത്ത ഒരാളായി നമ്മളെ മാറ്റി തീർക്കുന്ന ചില കാര്യങ്ങളും ഉണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കുവാൻ നമ്മൾ അത്തരം കാര്യങ്ങളിൽ, വളരെയധികം സമൂഹത്തിൽ വ്യാപിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ബോധവാന്മാരാകൽ അനിവാര്യമാണ്. എന്നുവെച്ചാൽ ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഇത്, ഈ വിഷയം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു, തലയിൽ കൈവച്ചു പോകും. അത്രയധികം മനസ്സിന് വേദന ഉണ്ടാക്കുന്ന, വിഷമം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് സമൂഹത്തിൽ അരങ്ങേറുന്നത്. കാരണം മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾക്കിടയിൽ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഈമാനെ പാടെ ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്, ധാരാളം വ്യാപകമായി പടർന്നു പിടിച്ചിട്ടുണ്ട്. ഞാനത് ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രം സാധിക്കുന്ന കാര്യമായി പഠിപ്പിച്ചു തന്ന ഒരു വിഷയം, അള്ളാഹുവിന്
മുസ്ലിമല്ല. റബ്ബിന് മാത്രമേ ആ കാര്യം സാധിക്കുള്ളൂ എന്ന് അള്ളാഹ് നമുക്ക് പഠിപ്പിച്ചു തരാണ് ആയത്തിലോ ഹദീസിലോ. ആ കാര്യം റബ്ബല്ലാത്ത അള്ളാഹു അല്ലാത്ത മറ്റൊരാളോട് നമ്മൾ തേടുകയാണ്, ചോദിക്കുകയാണ്. അതേപോലെ തന്നെ വളരെയധികം വ്യാപകമായിട്ടുള്ള മറ്റൊരു ഉദാഹരണമാണ് നിസ്കാരം പാടെ ഉപേക്ഷിക്കുക എന്നുള്ളത്, പൂർണ്ണമായി നിസ്കരിക്കാതിരിക്കുക. അപ്പോൾ നിസ്കാരം പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളത് ഒരാളുടെ ഈമാനെ പാടെ ഇല്ലാതാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഭയപ്പെടുന്നത് പോലെ ഭയപ്പെട്ട് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചേക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയറക്കുക, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, അവരുടെ അടുക്കൽ സ്ഥാനം ലഭിക്കാൻ വേണ്ടി ബലിയറക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ വളരെയധികം വ്യാപകമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പുണ്ടോ എന്ന് സംശയിക്കുക. ഒരാൾക്ക് ഉറപ്പില്ല ഹൃദയത്തിൽ. ഇത്രയും ആളുകൾ മരിക്കുന്നുണ്ട്, എത്രയോ ആൾക്കാർ മരിച്ചു കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇപ്പൊ എത്രയോ ആളുകൾ ഇപ്പൊ നിലവിൽ ജീവിക്കുന്നുണ്ട്, ഇനി എത്ര ആൾക്കാർ വരാനുണ്ട്, ഇവരൊക്കെ എങ്ങനെ എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, വീണ്ടും ജീവനും കൊടുക്കപ്പെടും എന്നതിൽ ഒരാൾക്ക് സംശയം വന്നു കഴിഞ്ഞാൽ പോലും അവന്റെ ഈമാൻ പൂർണ്ണമായും ഇല്ലാതാവും. അവന്റെ ഈമാൻ അവന് ഉപകരിക്കാത്ത രൂപത്തിലേക്കാവും. അതേപോലെ തന്നെ നരകമുണ്ടോ സ്വർഗമുണ്ടോ എന്നതിലൊക്കെ സംശയിക്കുക, അതിലൊന്നും ഉറപ്പില്ലാത്തൊരവസ്ഥ വരിക. ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ, ഞാൻ ഉദാഹരണത്തിന് ചിലത് വേഗത്തിൽ എടുത്തു പറഞ്ഞതാണ്. ഇതുപോലെ ധാരാളം വിഷയങ്ങൾ ഒരാളുടെ ഈമാനെ പൂർണ്ണമായും തകർത്ത് കളയുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെയധികം പേടിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അതോടുകൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഈമാനെ പൂർണ്ണമായി തകർത്ത് കളയുന്ന കാര്യങ്ങൾ, ഇതിനെ നവാഖദുൽ ഇസ്ലാം അല്ലെങ്കിൽ നവാഖദുൽ ഈമാൻ എന്നൊക്കെ അതിന് പേര് നൽകപ്പെടാറുണ്ട്. ഇത്തരം കാര്യങ്ങളല്ലാത്ത വേറൊരു തിന്മ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അവനൊരിക്കലും അവന്റെ ഈമാൻ ഇല്ലാത്തവനാവുകയില്ല, അവൻ കുഫറിലേക്ക് എത്തുകയില്ല. ഒരാളിപ്പോ ഉദാഹരണത്തിന് ഒരാൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടുകയോ, ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും അയാളിലില്ല, ഒരാളെ ദീനിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്ന ഒരു പ്രവർത്തനം അയാൾ ചെയ്തിട്ടില്ല, ഒരു വിശ്വാസവും വിശ്വസിച്ചിട്ടില്ല. പക്ഷേ അയാൾ മറ്റെന്തെങ്കിലും ഒരു തിന്മ, ഇപ്പോ ഉദാഹരണത്തിന് മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ മദ്യപിച്ച് അങ്ങനെ മദ്യപാനിയായി തന്നെ, അതിൽ തൗബ ചെയ്ത് മടങ്ങിയിട്ടൊന്നുമില്ല, മദ്യപാനിയായി തന്നെ അങ്ങനെ തന്നെ അയാൾ മരണപ്പെടുകയാണ്. പക്ഷെ അയാൾക്ക് തൗഹീദ് ഉണ്ട്, ഈ പറഞ്ഞ ഈമാൻ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, ഈമാൻ നഷ്ടപ്പെടുന്ന കാര്യങ്ങളൊന്നും അയാൾ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ അഹ്ലുസുന്നത്തിന്റെ സ്വഹാബത്തിന്റെ നിലപാട് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ആളുകൾ അവർ അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന്റെ കീഴിലാണ്. എന്ന് വെച്ചാൽ റബ്ബ് സുബ്ഹാനഹു ഉദ്ദേശിച്ചാൽ ഇവൻ എന്ത് ചെയ്തേക്കും, ചിലപ്പോൾ പുറത്തു കൊടുത്തേക്കും ഇവന്റെ തൗഹീദും ഈമാനും കാരണത്താൽ. എന്നാൽ റബ്ബ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇവനെ ശിക്ഷിക്കുകയും ചെയ്തേക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, തൗഹീദുള്ള ഈമാനുള്ള ഒരാൾ ശിക്ഷിക്കപ്പെട്ടാൽ പോലും, നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ പോലും അവൻ നരകത്തിൽ ശാശ്വതനാവുകയില്ല, അവനൊരിക്കലും നരകത്തിൽ ശാശ്വതനാവുകയില്ല. അവൻ ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ഒരു കാരണത്തിൽ, ചിലപ്പോ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്, ചിലപ്പോൾ നബിമാരുടെ ഷഫാഅത്ത് കൊണ്ട്, എന്തെങ്കിലും ഒരു കാരണത്താൽ അവൻ എന്ത് ചെയ്തേക്കും, അവൻ എന്ത് ചെയ്യും, നരകത്തിൽ നിന്ന് പുറത്ത് കടക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ, ഈമാനെ പൂർണ്ണമായും തകർത്ത് കളയുന്ന കാര്യങ്ങൾ ചെയ്താലല്ലാതെ ഒരാൾ നരകത്തിൽ ശാശ്വതനാവുകയില്ല. അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഈമാനെ പൂർണ്ണമായും തകർത്ത് കളയുന്ന കാര്യങ്ങൾ, ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ വേഗത്തിൽ പറഞ്ഞാണ്, അത് ഓരോന്നോരോന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയും വിശദീകരിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താലല്ലാതെ ഒരാൾ ഒരിക്കലും നരകത്തിൽ ശാശ്വതനാവുകയില്ല.
അതിന്റെ അർത്ഥം അയാൾ ശിക്ഷിക്കപ്പെടൂല, തൗഹീദ് ഉണ്ടെങ്കിൽ പിന്നെ നരകത്തിലേ പോകൂല എന്നാണോ? അങ്ങനെയല്ല. നമ്മൾ ശ്രദ്ധിക്കണം, തൗഹീദുള്ള ആളുകൾ നരകത്തിലേക്ക് എത്തുക വൻപാപങ്ങൾ ചെയ്യുമ്പോഴാണ്. ശ്രദ്ധിക്കണേ, തൗഹീദുള്ള ശരിയായ ഈമാനുള്ള ആളുകൾ നരകത്തിലേക്ക് എത്തുക വൻപാപങ്ങൾ, വലിയ തിന്മ, ഗൗരവമുള്ള തിന്മകൾ ചെയ്യുമ്പോഴാണ്. എന്താണ് ഈ വൻപാപങ്ങൾ എന്ന് പറയുമ്പോൾ? നിങ്ങൾ ശ്രദ്ധിക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തിന്മകളെ 3 ഇനങ്ങളായി കാറ്റഗറി ചെയ്യുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തിന്മകളെ 3 ഇനങ്ങളായി കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തത് കുഫ്ർ, വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. ഒന്നാമത്തത് കുഫ്ർ, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരാളെ ദീനിൽ തന്നെ പുറത്തേക്ക് എത്തിക്കുന്ന വിശ്വാസങ്ങളും സംസാരങ്ങളും പ്രവർത്തനങ്ങളും. പിന്നുള്ളത് ഫുസൂഖ്, അത് ഈ പറഞ്ഞ ഒന്നാമത്തെ കാറ്റഗറിയിൽ പെടാത്ത വലിയ ഗൗരവമുള്ള തിന്മകൾ. അതാണ് ഫുസൂഖ് എന്ന് പറയാം. എന്ന് വെച്ചാൽ പ്രത്യേക ഒരു പർട്ടിക്കുലർ ശിക്ഷ. ഇപ്പൊ കട്ട് കഴിഞ്ഞാൽ കൈമുറിക്കുക, വ്യഭിചരിച്ചാൽ ചാട്ടവാർ അടിക്കുക, അല്ലെങ്കിൽ വിവാഹിതനാണെങ്കിൽ കല്ലെറിയുക. ഇങ്ങനെ ഒരു പ്രത്യേക ശിക്ഷ, പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ശിക്ഷ ഒരു തിന്മയ്ക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്തരം തിന്മകളാണ് ഈ ഫുസൂഖ് എന്ന ഇനത്തിൽപ്പെടുക. അത് ദുനിയാവിലുള്ള ശിക്ഷയാണ് ചിലപ്പോൾ, അല്ലെങ്കിൽ ആഖിറത്തുള്ള ശിക്ഷയായിരിക്കും. ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രത്യേക ശിക്ഷ എടുത്ത് പറയപ്പെട്ട തിന്മകൾ, അത്തരം തിന്മകളാണ് ഫുസൂഖ് എന്ന ഇനത്തിൽപ്പെടുന്ന തിന്മകൾ. ഇത് രണ്ടും അല്ലാത്ത കുറേ തിന്മകൾ, അതാണ് ഇസ്യാൻ എന്ന് പറയുന്ന മൂന്നാമത്തെ കാറ്റഗറി. നമ്മളതിന് മലയാളത്തിൽ ചെറുപാപങ്ങൾ എന്ന് പറയാറുണ്ട്, പരിചയപ്പെടുത്താറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, തൗഹീദുള്ള ഈമാനുള്ള ഒരാൾ, അയാൾ പൊതുവെ നരകത്തിലേക്ക് എത്തുക വൻപാപങ്ങളിലൂടെ ആയിരിക്കും. പൊതുവെ അതെന്തുകൊണ്ടാണെന്നറിയോ? ചെറുപാപങ്ങൾ എന്ത് ചെയ്യപ്പെടും? അത് പൊറുപ്പിക്കപ്പെടാൻ ഒരുപാട് സബബുകൾ, ഒന്ന് രണ്ടെന്നല്ല, എത്രയോ സബബുകൾ റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾക്ക് പറ്റുന്ന ചെറിയ ചെറിയ ഈ പ്രത്യേക പർട്ടിക്കുലർ ആയിട്ടുള്ള ശിക്ഷ പഠിപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത തിന്മകൾ, ആ തിന്മകൾ പൊറുപ്പിക്കപ്പെടാൻ ഒരുപാട് കാരണങ്ങൾ, ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. ഇപ്പോ നമ്മൾ 5 നേരം നിസ്കരിക്കുന്നത്, നിസ്കരിക്കാനുവേണ്ടി ഒളു ചെയ്യുന്നത്, ദിക്റുകൾ ചൊല്ലുന്നത്, ഖുർആൻ പാരായണം ചെയ്യുന്നത്, നമ്മുടെ ഒരു മുള്ളു കുത്തുന്നത്, ഒരു ക്ഷീണം വരുന്നത്, വേദന ഉണ്ടാകുന്നത്, ഇങ്ങനെ നമ്മൾ എണ്ണിപ്പറഞ്ഞാൽ തീരാത്തത്രയും കാര്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല ചെറുപാപങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ വൻപാപങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് പൊറുപ്പിക്കപ്പെടൂല. വൻപാപങ്ങൾ പൊറുപ്പിക്കപ്പെടുക ആ തിന്മയിൽ നിന്ന് നമ്മൾ തൗബ ചെയ്യുമ്പോൾ മാത്രം. വളരെ ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മൾ ഒരാളെ പറ്റി ഗീബത്ത് പറയണമെന്ന് വിചാരിക്കാം, അല്ലേ? എത്ര നല്ല നല്ല ആളുകളാണെങ്കിൽ പോലും അവർക്കിടയിൽ ഇപ്പോഴും വളരെയധികം വ്യാപകമായി നിൽക്കുന്ന ഒരു തിന്മയാണ് ഗീബത്ത് പറയാന്നുള്ളത്. ഒരാളിപ്പോൾ ഒരാളെ പറ്റി ഗീബത്ത് പറഞ്ഞു എന്ന് വിചാരിക്കുക. അയാൾ അതിന് ഗീബത്ത് പറഞ്ഞതിന് ശേഷം പോയി നിസ്കരിച്ചു, കുറെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടി, കുറെ ദിക്റുകൾ ചൊല്ലി, കുറെ ഖുർആൻ പാരായണം ചെയ്തു, കുറെ സ്വതക്ക നൽകി. ഇതുകൊണ്ടൊന്നും ആ ഗീബത്ത് എന്ന തിന്മ പൊറുപ്പിക്കപ്പെടൂല. ഗീബത്ത് എന്ന തിന്മ പൊറുപ്പിക്കപ്പെടാ, ഗീബത്ത് എന്നല്ല, ഉദാഹരണത്തിന് പറയാണ്, വൻപാപങ്ങളിൽ പെടുന്ന ഏതൊരു തിന്മയും തൗബയിലൂടെ മാത്രമേ പൊറുപ്പിക്കപ്പെടുകയുള്ളൂ. അപ്പൊ നമ്മൾ കൃത്യമായ രൂപത്തിൽ തൗബ ചെയ്യുക, വൻപാപങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ, എങ്കിൽ മാത്രമാണ് നമ്മുടെ എന്നാൽ ചെറുപാപങ്ങൾ അങ്ങനെയല്ല. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞില്ലേ, ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമ. അള്ളാഹ് പറയാണ്, നിങ്ങളെ തൊട്ട് വിലക്കപ്പെടുന്ന വലിയ ഗൗരവമുള്ള തിന്മകൾ, വൻപാപങ്ങൾ, അത് നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, നുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളുടെ ബാക്കിയുള്ള ചെറുപാപങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നാം നിങ്ങൾക്ക് പുറത്തു തരാം. അള്ളാഹ് പറയണം, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. വനുദ്ഖിൽകും മുദ്ഖലൻ കരീമ, ഏറ്റവും നല്ല സ്ഥലത്തേക്ക്, സ്വർഗത്തിലേക്ക് നാം നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്തോളാം. അള്ളാഹു ഉറപ്പ് തരികയാണ്. അപ്പൊ വൻപാപങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ, തൗഹീദുള്ള ഈമാൻ കുറ്റമറ്റതായിട്ടുള്ള ഒരാൾ
അവന്റെ സ്വർഗപ്രവേശനം റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് ഈ ആയത്തിൽ അറിയിക്കാം. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ജീവിതത്തിൽ വൻപാപങ്ങളെ പറ്റി പഠിക്കുന്നതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. കാരണം നമ്മൾ നിസ്സാരമെന്ന് കണക്കാക്കുന്ന പല കാര്യങ്ങളും വൻപാപങ്ങളാണ്. നമ്മൾ വളരെ നിസ്സാരമെന്ന് കണക്കാക്കുന്ന പല തിന്മകളും വൻപാപങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിന്റെ അടുക്കൽ കൂടെ നടന്നു പോകുമ്പോൾ ആ ഖബറിലുള്ള രണ്ടാളുകളും ശിക്ഷിക്കപ്പെടുകയാണ് ഖബറിൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു വാക്കുണ്ട്, ഈ രണ്ടുപേരും ശിക്ഷിക്കപ്പെടുകയാണ്. ഈ രണ്ടുപേരും ശിക്ഷിക്കപ്പെടുന്നത് വലിയ ആളുകൾ വലിയൊരു തിന്മയായി കണക്കാക്കപ്പെടുന്ന ഒരു വിഷയത്തിലൊന്നുമല്ല എന്ന് പറയും. എല്ലാ ആൾക്കാരും നിസ്സാരമായി കണക്കാക്കുന്ന വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാത്ത കാര്യത്തിലാണ് ഇവർ രണ്ടുപേരും ശിക്ഷിക്കപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്നുവെച്ചാൽ നമ്മൾ നിസ്സാരമായി കണക്കാക്കുന്ന പല കാര്യങ്ങളും റബ്ബിന്റെ അടുക്കൽ വളരെ അപകടം പിടിച്ച തിന്മകളായിരിക്കും. റബ്ബ് അങ്ങേയറ്റം വെറുക്കുന്ന പാതകങ്ങളായിരിക്കും. അപ്പം അത് വളരെ നമ്മൾ പേടിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. നമ്മളത് അതിനെ സംബന്ധിച്ച് അറിവുള്ളവരാകാൻ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ പരിശ്രമിക്കണം. അപ്പം ഞാൻ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞത് എന്താണ് ഈമാൻ, എങ്ങനെയാണ് ഈമാൻ കുറയുക, ഈമാൻ പൂർണ്ണമായി ഇല്ലാതാവുക എന്നതിനെ പറ്റി കൃത്യമായ ഒരു ബോധ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഈമാനെ സംബന്ധിച്ച് അഹ്ലുസുന്നത്തിന്റെ നിലപാടിത. അപ്പൊ ഇത് ഇത്രയും പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈമാൻ എന്നുള്ളത് കൽബിനകത്തുള്ള കാര്യം മാത്രമല്ല. കൽബിനകത്ത് ഈമാൻ ഉണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈമാൻ എന്നുള്ളത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ പ്രകടമാവും, സംസാരങ്ങളിൽ പ്രകടമാവും, ഇതിലൊക്കെയും അത് പ്രകടമാവും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നില്ലേ, അലാ വഇന്ന ഫിൽ ജസദി മുദ്ഗ, അറിഞ്ഞുകൊള്ളുക, ശരീരത്തിലൊരു മാംസകഷ്ണമുണ്ട്. ഇദാ സൊലുഹത് സൊലുഹൽ ജസദു കുല്ലുഹു, അത് ശരിയായാൽ ശരീരം മൊത്തം ശരിയാവും. വൈദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, അത് കേടുവന്നാൽ ശരീരം മൊത്തം കേടുവരും. അലാ വഹിയൽ കൽബ്, അറിഞ്ഞുകൊള്ളുക, അത് ആ മാംസകഷ്ണം കൽബാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ. കൽബ് നന്നായാൽ നമ്മുടെ സംസാരം നന്നാവും, പ്രവർത്തനങ്ങൾ നന്നാവും. എന്നുവെച്ചാൽ കൽബിനകത്ത് ഈമാൻ ഉണ്ടെങ്കിൽ ആ ഈമാൻ നമ്മുടെ പ്രവർത്തനങ്ങളിൽ പ്രകടമാവും, ആ ഈമാൻ നമ്മുടെ സംസാരങ്ങളിൽ പ്രകടമാവും. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഈമാനെ സംബന്ധിച്ചുള്ള നിലപാടെന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ട മസാലകൾ ഇതൊക്കെയാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്, നമ്മൾ തൗഹീദുൽ അസ്മാ സിഫാത്ത് പറഞ്ഞു, ഈമാനെ പറ്റി പറഞ്ഞു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൃപ്തിക്ക് അനുസൃതമായിട്ടായിരിക്കണം നമ്മൾ ആളുകളെ അല്ലെങ്കിൽ സ്ഥലങ്ങളെ, പ്രവർത്തനങ്ങളെ, എന്തൊരു കാര്യമാകട്ടെ അതിനൊക്കെയും നമ്മൾ ഇഷ്ടപ്പെടുകയും വെറുക്കുകയും ചെയ്യേണ്ടത് റബ്ബ് എത്രത്തോളം അതിനിഷ്ടപ്പെടുന്നുണ്ട്, വെറുക്കുന്നുണ്ട് എന്ന് നോക്കിയിട്ടായിരിക്കണം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, അതിന്റെ ഗൗരവം കൊണ്ട് വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്താൻ. എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടങ്ങൾ അതെന്തെങ്കിലും മറ്റെന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ, മാനദണ്ഡം അതിനുണ്ടാകാൻ പാടില്ല. ഇവൻ എൻ്റെ നാട്ടുകാരനാണ്, അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാരനാണ്, എനിക്ക് ചെറുപ്പം മുതൽ പരിചയമുള്ളവനാണ്, അല്ലെങ്കിൽ എൻ്റെ അയൽക്കാരനാണ്, അല്ലെങ്കിൽ ഒരേ ഭാഷക്കാരനാണ്, ഒരേ സ്റ്റേറ്റാണ്, ഒരേ രാജ്യമാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു മാനദണ്ഡം നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല. നമ്മൾ ആളുകളെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ, എന്തൊരു കാര്യത്തെയും ഇഷ്ടപ്പെടുന്നതിനും വെറുക്കുന്നതിനും നമുക്ക് മാനദണ്ഡമായിട്ടുണ്ടാകാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ തൗഹീദ്, അതുപോലെ തന്നെ സ്വഹാബത്തിന്റെ ആദർശം, ഇത് ഏതൊരാൾക്ക് എത്രത്തോളം ഒരാൾ പെർഫെക്റ്റായി ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുവോ അവൻ നമ്മുടെ സഹോദരനാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഒരാളുടെ പെർഫെക്റ്റ് ആണെങ്കിൽ, എന്ന് വെച്ചാൽ അവൻ അള്ളാഹു അല്ലാത്ത മറ്റാർക്കും അവന്റെ ഇബാദത്തുകളൊന്നും കൊടുക്കുന്നില്ല,
അവന്റെ ആദർശമെല്ലാം, വിശ്വാസവും നിലപാടുകളെല്ലാം സ്വഹാബത്തിന്റെ ആദർശ വിശ്വാസ നിലപാടുകൾ പോലെ ആക്കാൻ അവൻ അങ്ങേയറ്റം പരിശ്രമിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പ്രയത്നിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ സഹോദരന്മാരാണ്. നമുക്ക് അങ്ങേയറ്റം ഈ ദുനിയാവിൽ നമുക്ക് ഏറ്റവും അധികം വേണ്ടപ്പെട്ടവർ അവരാണ്. ഏത് നാട്ടുകാരനാണെങ്കിലും, ഏത് രൂപമുള്ള ആളുകളാണെങ്കിലും, ഏത് നിറമോ ഭാഷയോ ഗോത്രമോ ഒന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരെ സ്നേഹിക്കുന്നതിന് തടസ്സമാകാൻ പാടില്ല ഒരു കാര്യവും. പിന്നെ നമ്മൾ ഈ സ്നേഹത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം. അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? എത്രത്തോളം ഒരാൾ ഇങ്ങനെയുള്ള ഈ ഒരു കാറ്റഗറി ഉണ്ടല്ലോ, ഈ ഒരു വിഭാഗം, നമ്മുടെ സഹോദരന്മാരിൽ ആ ഒരു കൂട്ടത്തിൽ എത്രത്തോളം ഒരാൾ വാജിബുകൾ പൂർത്തീകരിക്കുന്നോ, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു, അത്രത്തോളം നമ്മൾ അയാളോട് എന്ത് ചെയ്യും? നമുക്ക് സ്നേഹം വർദ്ധിക്കണം, ഇഷ്ടം വർദ്ധിക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം, വെറുപ്പ് എന്നുള്ളതൊക്കെ റബ്ബിന്റെ തൃപ്തിക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, നേരത്തെ സൂചിപ്പിച്ചതാണെങ്കിൽ കൂടെ ഗൗരവം കൊണ്ട് വീണ്ടും ആവർത്തിക്കുകയാണ്. മറ്റുള്ള മതങ്ങൾ, നമുക്കറിയാം ഒരുപാട് മതങ്ങൾ, റിലീജിയനുകൾ ലോകത്തെമ്പാടുണ്ട്. ഈ റിലീജിയനുകൾക്കെല്ലാം അടിസ്ഥാനമുണ്ട്. അതെല്ലാം ഒരു ശരിയായ സോഴ്സിൽ നിന്ന് വന്നതാണ്. അതിനെ നമ്മൾ ഫോളോ ചെയ്താൽ അത് നമ്മളെ നന്മയിലേക്ക് എത്തിക്കും എന്നുള്ള അഭിപ്രായം, അവകാശവാദം അതിൻ്റെ ഓരോ റിലീജിയൻ്റെ ആളുകളും ഉന്നയിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയക്കപ്പെട്ടതിന് ശേഷം ഖിയാമത്ത് നാൾ വരേക്കുമുള്ള ഓരോരുത്തർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ചാലല്ലാതെ, ഖുർആനിന്റെ വിധിവിലക്കുകൾ മുറുകെ പിടിച്ചാലല്ലാതെ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് സാധ്യമല്ല. അത് ഏത് മതക്കാരനാണെങ്കിലും, അത് നമ്മൾ മുസ്ലിമീങ്ങളായതുകൊണ്ട്, നമ്മുടെ റസൂലായതുകൊണ്ട്, നമ്മുടെ കിതാബായതുകൊണ്ട് വെറുതെ എന്തെങ്കിലും പക്ഷപാതിത്വത്തിന് വേണ്ടി പറയുന്നതല്ല. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ റസൂലുമാരോടും അവരുടെ കിതാബുകളിൽ പരാമർശിക്കുകയും ആ നബിമാരിൽ നിന്ന് കരാർ വാങ്ങിക്കുകയും ചെയ്ത വിഷയമാണ്. എല്ലാ നബിമാരോടും അള്ളാഹു കരാർ വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ഈ റസൂൽ ഞാൻ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ റസൂലിനെ നിങ്ങൾ പിൻപറ്റണം, അത് നിങ്ങളുടെ മേൽ നിർബന്ധ ബാധ്യതയാണ് എന്ന് അള്ളാഹു എല്ലാ നബിമാരോടും കരാർ വാങ്ങിച്ചിട്ടുള്ളതാണ്. എല്ലാ റസൂലുമാരോടും കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. എന്ന് മാത്രമല്ല, ആ റസൂലുമാർ അവർ സമൂഹങ്ങൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലെ? എത്രത്തോളം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തേക്ക് എത്തുന്നതിന് മുമ്പ്, നബി സല്ലല്ലാഹു അലൈഹി ഒരാൾ റസൂലായി മക്കയിൽ വന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ മദീനത്തേക്ക് എത്തുന്നതിന് മുമ്പ് മദീനത്തുള്ള ജൂതന്മാരും അവിടെയുള്ള അൻസാരികളും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് യുദ്ധങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ജൂതന്മാർ പറയാറുണ്ട് ഈ അൻസാരികളോട്, ഒരു റസൂല് വരാനുള്ള സമയം ആവാറായിട്ടുണ്ട്. അയാൾ ജൂതന്മാരാണ്. ഒരു റസൂൽ വരാനുള്ള സമയം ആവാനായിട്ടുണ്ട്. ആ റസൂൽ ആയി എന്നറിയിക്കുന്ന അടയാളങ്ങൾ, ഞങ്ങളുടെ കിതാബുകൾ പരാമർശിക്കപ്പെട്ട എല്ലാ അടയാളങ്ങളും പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴാണ് വരിക, ഏത് ടൈം പീരീഡിലാണ് വരിക എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ടൈം പീരീഡ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും. നിങ്ങൾക്കറിയോ, സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇഞ്ചീലിൻ്റെ പിൻഗാമിയാണ്. ഈസാ അലൈഹിസ്സലാമിൽ വിശ്വസിച്ച, ഈസാ നബിനെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ തനതായ ഇഞ്ചീൽ, ആ തൗഹീദിന്റെ ഇഞ്ചീൽ, ഈസാ നബിന്റെ ശരിക്കുള്ള ആദർശം അത് പിൻപറ്റി അങ്ങനെ ജീവിതം മുന്നോട്ട് നയിച്ച ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇഞ്ചീലിലെ പല കാര്യങ്ങളും പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ഇഞ്ചീലിൽ അദ്ദേഹം എന്തുപോലും പഠിച്ചിട്ടുണ്ട്? 2 ഈത്തപ്പനകളുടെ നിരകൾ, അതിനിടയിലുള്ളൊരു സ്ഥലത്തേക്കാണ്
ഈ അവസാനത്തെ പ്രവാചകൻ വരിക. അതായത് മദീനയുടെ രൂപം അങ്ങനെയാണ്, പിക്ചർ അങ്ങനെ. എന്ന് മാത്രമല്ല, അദ്ദേഹം ഹദിയ സമ്മാനങ്ങൾ കൊടുത്താൽ സ്വീകരിക്കും, സ്വതക്ക ജക്കാത്തുകൾ കൊടുത്താൽ സ്വീകരിക്കുകയില്ല എന്നും, അദ്ദേഹത്തിന് മുതുകിൽ ഒരു പ്രാവിന്റെ മുട്ടയുടെ വലിപ്പത്തിൽ ഖാത്തമുൻ നുബുവ എന്നൊരു സാധനം പ്രകടമായി കാണാൻ സാധിക്കും. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടില്ലേ? അല്ല പറഞ്ഞ അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. നാം കിതാബുകൾ നൽകിയ ആളുകൾക്ക് ഈ റസൂലിനെ സ്വന്തം ആൺമക്കളെ അറിയുന്നത് പോലെ അറിയാം. അല്ലെ, നമുക്കൊരാൾക്ക് മാതാപിതാക്കൾക്ക് സ്വന്തം കുട്ടികളെ എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് അറിയാം, അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് ഈ കിതാബ് ലഭിച്ച ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അറിയായിരുന്നു. ആ റസൂലിനെ പിൻപറ്റിയാലേ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതൊക്കെ അവർക്ക് അറിയാം, കൃത്യമായ ബോധ്യമുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, ഇതൊന്നും ഒരിക്കലും നമ്മുടെ എന്തെങ്കിലും പക്ഷപാതിത്വം കൊണ്ട് നമ്മുടെ ദീനിലേക്ക്, നമ്മുടെ കൂട്ടത്തിലേക്ക് എങ്ങനെയെങ്കിലും കുറെ ആളെ കൂട്ടുക, അങ്ങനൊരു ചിന്ത ഉള്ളത് കൊണ്ടൊന്നും പറയുന്നതല്ല. ഇതാണ് സത്യം, ഇതാണ് ഹക്ക്. ഈ ഹക്ക് അവരുടെ ഗ്രന്ഥങ്ങളിൽ പോലും അവർക്ക് അവരുടെ റസൂലുമാർ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബോധ്യം നമുക്ക്, നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ആവർത്തിച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ്, എങ്കിലും ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് എന്തിനാന്ന് വെച്ചാല്, നമ്മുടെ നാട്ടിൽ ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു അടിസ്ഥാനത്തിന് എതിരാകുന്ന ആശയങ്ങൾ വളരെ വ്യാപകമായിട്ട്, വളരെ വ്യാപകം എന്ന് പറഞ്ഞാൽ വളരെ വ്യാപകമായിട്ട് കരുതി കൂട്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അജണ്ടകൾ, ഈ ഒരു ലക്ഷ്യത്തിലേക്ക് മുസ്ലിം മെന്റാലിറ്റി എത്തിക്കാനുള്ള കരുതി കൂട്ടിയിട്ടുള്ള ശ്രമങ്ങൾ വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. അത് വാർത്താ മീഡിയ ചാനലുകളോട് നടക്കുന്നുണ്ട്, സിനിമ സീരിയലുകളോട് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഗെയിം, മ്യൂസിക്, ഓരോ എന്തെല്ലാം ഫീൽഡുകളുണ്ടോ ആ ഫീൽഡുകളിലൂടെയൊക്കെ ഈ ഒരു മെന്റാലിറ്റി മുസ്ലിമീങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കുത്തി നിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, ഒരിക്കലും ഒരു മുസ്ലിമിന് ലിബറൽ ആവാൻ കഴിയൂല. ഒന്നുകിൽ അവൻ ലിബറൽ ആയിരിക്കണം, അല്ലെങ്കിൽ മുസ്ലിം ആയിരിക്കണം. നമ്മുടെ നാട്ടിൽ പറയുന്ന ലിബറൽ ആയ ഒരു മുസ്ലിം, അങ്ങനെ ഒരു കാര്യമില്ല. ഒരു മുസ്ലിം അടിസ്ഥാനപരമായി വിശ്വസിക്കുന്നത് ഇസ്ലാമിലൂടെ അല്ലാതെ, മുസ്ലിം ആയിട്ടല്ലാതെ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അത് അവരുടെ ഗ്രന്ഥങ്ങളിലും ഉണ്ട്, അവരുടെ പ്രവാചകന്മാർ അവർക്കത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഇങ്ങനെയുള്ള അടിസ്ഥാനങ്ങളിൽ നമുക്കൊരിക്കലും പതർച്ച വന്നുകൂടാ. നാട്ടിലുള്ള എല്ലാവരും അതിനെതിരാകുന്നുണ്ട് എന്നുള്ളത് കാണുമ്പോൾ നമുക്കതിലൊരിക്കലും സംശയം വന്നുകൂടാ. നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ട അടിസ്ഥാനമാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാതെ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയില്ല. ഖുർആനെ പിൻപറ്റാതെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനോ സാധിക്കില്ല എന്ന ഉറച്ച ബോധ്യം നമുക്ക് വേണം. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. നമുക്ക് പരിചയമുള്ള, നമ്മുടെ നാട്ടിലുള്ള, നമുക്ക് പലപ്പോഴായി നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള മുസ്ലിമീങ്ങളല്ലാത്ത പല ആളുകളുണ്ടാവും. നമ്മളുമായിട്ട് നല്ല രൂപത്തിൽ ഇടപഴകുന്ന, നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ സഹകരണം ചെയ്തു തരുന്ന ഒരുപാട് നല്ല നല്ല ആളുകൾ, നല്ല രീതിയിൽ നമ്മൾ ഇടപഴകുന്ന ആളുകൾ ഉണ്ടാവും. അത്തരം ആളുകൾക്കൊക്കെ അവർ എങ്ങനെയെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, അവര് സ്വർഗത്തിൽ പ്രവേശിക്കണം എന്നുള്ള ചിന്തയോടുകൂടെ അവർക്ക് ഈ ദീനിനെ പറ്റി നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. അതല്ലാതൊരിക്കലും നമ്മൾ അവരെ നരകത്തിലേക്ക് വിട്ടുകളയരുത്. അവർ സ്വീകരിക്കുമോ സ്വീകരിക്കാതിരിക്കുമോ അതൊക്കെ അവരായി, റബ്ബായി. പക്ഷെ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്, എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത അത് നമുക്കുണ്ട്. അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറയുന്നത് ഇന്ന അലൈക ഇല്ലൽ ബലാഗ്, റസൂലെ താങ്കളുടെ മേൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ബാധ്യത മാത്രമേ ഉള്ളൂ. ലസ്ത അലൈഹിം ബി മുസൈത്തിർ, താങ്കൾ അവരുടെ മേൽ നിർബന്ധം ചെലുത്തുന്ന ആളല്ല. അങ്ങനെ നിർബന്ധിച്ചിട്ട് നമുക്കൊരാളെയും കൽബ് ചേഞ്ച് ആക്കാൻ പറ്റൂല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, താങ്കൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ താങ്കൾക്ക് ഹിദായത്തിലേക്ക് എത്തിക്കാനൊന്നും കഴിയൂല. അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. അത് നമ്മൾ കൃത്യമായി പറ്റുന്ന പോലെ, നമ്മുടെ നാട്ടിൽ എല്ലായ്പ്പോഴും എല്ലാവരോടും ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചാൽ
നല്ലൊരു പര്യവസാനം അല്ല ഉണ്ടാവുക, നമുക്കറിയാം. അപ്പോൾ സാധ്യമാകുന്ന രൂപത്തിൽ സാധ്യമാകുന്ന സന്ദർഭങ്ങളിൽ ഏറ്റവും നല്ല വാക്കുകൾ ഉപയോഗിച്ച് കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ച് മനസ്സിലാക്കി നമ്മൾ അവർക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില വിഷയങ്ങൾ കൂടെ പറയാം. അതിലൊന്ന്, ഇന്നത്തെ കാലത്ത് ഇസ്ലാമിന്റെ മുഖം, ആ മുഖം വികൃതമാക്കുന്നതിൽ ഏറ്റവും സുപ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് തീവ്രവാദം എന്നുള്ളത്. പല നാടുകളിലും പോയി ബോംബ് എറിയുക, സ്റ്റേഡിയത്തിൽ ബോംബ് പൊട്ടിക്കുക, സ്കൂളുകളിൽ ബോംബ് പൊട്ടിക്കുക, ഹോസ്പിറ്റലുകൾ ബോംബ് പൊട്ടിക്കുക, അതുപോലെ തന്നെ കെട്ടിടങ്ങൾ പൊളിക്കുക, പ്ലെയിന് വെച്ചും മറ്റുമൊക്കെ ചാവേർ സ്ഫോടനം നടത്തുക. നമ്മൾ ശ്രദ്ധിക്കണം, ഇതൊന്നും ഇസ്ലാമിലെ ജിഹാദുമായി ഇതിനൊന്നും ഒരു ബന്ധവുമില്ല. ഏഴയലത്ത് പോലും വരികയില്ല, ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. ഇസ്ലാമിൽ ജിഹാദ് ഉണ്ട്, ശരിയാണ്. നമ്മൾ ഒരിക്കലും അത് മറച്ചു വെക്കേണ്ട ഒരു ആവശ്യകതയില്ല. ഇസ്ലാമിലെ ജിഹാദ് എന്നുള്ളത് വളരെ പവിത്രമായ ഒരു ഇബാദത്താണ്, അങ്ങേയറ്റം പുണ്യകരമായ ശ്രേഷ്ഠകരമായ ഒരു പ്രവർത്തനമാണ്. അതൊരിക്കലും ഈ ആളുകൾ ചെയ്യുന്നത് പോലെ ഇങ്ങനെ എന്തെങ്കിലും തോന്നിയാസങ്ങൾ ചെയ്തു കൂട്ടല്ല ഇസ്ലാമിലെ ജിഹാദ്. നമുക്കറിയാം, ഈ നിസ്കാരം നമ്മൾ മനസ്സിലാൻ വേണ്ടി പറയാണ്, നിസ്കാരം എന്നുള്ളത് ഒരു മഹത്തരമായ ഇബാദത്തല്ലേ. ആ നിസ്കാരം നമുക്ക് തോന്നിയതുപോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് റബ്ബിന്റെ അടുക്കൽ നിസ്കാരമായി പരിഗണിക്കപ്പെടും? ഒരിക്കലും ഇല്ല. അതേപോലെ തന്നെ വളരെ മഹത്തരമായ ഇബാദത്താണ് ജിഹാദും. അതിന് റബ്ബ് നിശ്ചയിച്ച ഒരുപാട് നിബന്ധനകളുണ്ട്, ഒരുപാട് കണ്ടീഷനുകളുണ്ട്, അതിൽ പഠിപ്പിക്കപ്പെട്ട ഒരുപാട് വിധിവിലക്കുകളുണ്ട്. അതെല്ലാം കൃത്യമായി പാലിക്കപ്പെട്ടുകൊണ്ടേ അത് ചെയ്യാവൂ. ഞാൻ ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുപക്ഷത്തുള്ള യുദ്ധം ചെയ്യുന്ന അപ്പുറത്ത് നേർക്കുനേരെ നമ്മളോട് ഇങ്ങോട്ട് ആക്രമിക്കുകയാണ്. അങ്ങനെ ആക്രമിക്കാൻ നിൽക്കുന്ന ആ കൂട്ടത്തിലെ കുട്ടികളെയോ സ്ത്രീകളെയോ വൃദ്ധന്മാരെയോ തൊടാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവരെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇന്നിപ്പോ നമ്മൾ ഈ തീവ്രവാദം എന്ന രൂപത്തിൽ കാണുന്ന ഈ വൃത്തികേടുകൾ, ഇസ്ലാമിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്ന ഈ കാര്യങ്ങൾ, അതിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും എത്ര എത്ര പിഞ്ചുമക്കളാണ് മരിച്ചു വീഴുന്നത്, എത്ര എത്ര സാധാരണ പ്രായമുള്ള വൃദ്ധന്മാരാണ് മരിച്ചു വീഴുന്നത്, എത്ര എത്ര സ്ത്രീകളാണ് മരിച്ചു വീഴുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് ജിഹാദായി പരിഗണിക്കപ്പെടുക? ഞാൻ ഒറ്റൊരു ഉദാഹരണം, ഒറ്റൊരു വിധിവിലക്ക് മാത്രം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇസ്ലാമിലെ ജിഹാദും ഈ തീവ്രവാദം തമ്മിൽ വ്യത്യാസം മനസ്സിലാവും. അപ്പൊ ഞാൻ മൊത്തം വിധിവിലക്കുകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ഇതൊന്നും ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം. ഒരു ബന്ധവും അതിനില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് കാരണങ്ങളിൽ ഒരു കാരണം എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഈ അരങ്ങേറുന്ന ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായ ബോധ്യം വേണം, ഇസ്ലാമിലെ ജിഹാദ് അല്ല ഇത്. ഇസ്ലാമിലെ ജിഹാദ് എന്നുള്ളത് ഒരിക്കലും ഇങ്ങനെയല്ല എന്നുള്ള കൃത്യമായ ബോധ്യം നമുക്ക് വേണ്ടതുണ്ട്. അതേപോലത്തെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സമയമായിട്ടുണ്ട്. പിന്നെ അടുത്ത ക്ലാസ്സുകൾ മുതൽ നമ്മൾ തഫ്സീർ ആരംഭിക്കുകയാണല്ലോ. അപ്പൊ ഈ വിഷയം ഇതോടുകൂടെ നമ്മൾ നിർത്തുകയാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു സൂറത്തുൽ അസ്റിൽ പറയുന്ന വളരെ ഗുണകരമായിട്ടുള്ള, നമ്മുടെ ജീവിതത്തെ മൊത്തം മാറ്റിമറിക്കുന്ന ഒരു ഉപദേശമുണ്ട്. എന്താണത്? അള്ളാഹു സുബ്ഹാനഹു പറഞ്ഞു, വൽ അസ്ർ, അസ്ർ തന്നെയാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരാശി മുഴുവൻ ഒന്നടങ്കം നഷ്ടത്തിൽ തന്നെയാണ്. എന്നുവെച്ചാൽ എല്ലാ മനുഷ്യജന്യ വിഭാഗത്തിൽപ്പെടുന്ന എല്ലാവരും നരകത്തിലേക്ക് പോകാനുള്ളവരാണ്. അള്ള പറയണം, മനുഷ്യജന്യ വിഭാഗങ്ങളെ സൃഷ്ടിച്ച, നരകത്തെ സൃഷ്ടിച്ച ഇവരുടെ എല്ലാവരെയും ഭാവി അറിയുന്ന റബ്ബ് പറയണെന്ത്? എല്ലാവരും നരകത്തിലേക്കാണ്, ഇല്ലല്ല കുറച്ച് ആളുകൾ ഒഴികെ. ചില എക്സെപ്ഷണൽ കേസുകളുണ്ട്. പക്ഷെ അവരെ പറ്റി പറയുമ്പോൾ ചില ക്വാളിറ്റികൾ, 4 ക്വാളിറ്റികൾ പറയാം. ഈ ക്വാളിറ്റികളിൽ 4 ഉള്ള ആളുകൾ അവർ നരകത്തിന് രക്ഷപ്പെടും.
അപ്പൊ ഈ ഓരോ ക്വാളിറ്റിയും നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവേണ്ട, നിർബന്ധമായി ഉണ്ടാവേണ്ട ക്വാളിറ്റികൾ. എന്താ ആദ്യം പറയും? ഇല്ലല്ലദീന ആമനു, ഈമാൻ ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ഈമാൻ ഉണ്ടായാൽ മതിയോ? പോരാ. നമ്മൾ നേരത്തെ പറഞ്ഞു, സ്വഹാബത്തിന്റെ ഈമാൻ പോലെ ഈമാൻ ഉണ്ടെങ്കിലാണ് നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. നേരത്തെ വിശദീകരിച്ച കഴിഞ്ഞ ക്ലാസ്സിൽ. അതേപോലെ വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുക മാത്രം പോലെ പ്രവർത്തിക്കുകയും വേണം. എന്തെങ്കിലും പ്രവർത്തിച്ചാൽ മതിയോ? പോരാ. സ്വാലിഹായ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കണം. അപ്പൊ എന്താണ് ഒരു പ്രവർത്തനം സ്വാലിഹാകുന്നതിന്റെ മാനദണ്ഡം? എന്താ? അത് നമ്മൾ പഠിക്കണം. എന്തൊക്കെയാണ്? രണ്ട് കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ. ഒന്നാമത്തെ, റബ്ബിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് ചെയ്യുന്നതായിരിക്കണം. മറ്റൊന്ന് ലക്ഷ്യം വെക്കരുത്, മറ്റൊന്ന് ആഗ്രഹിക്കരുത്, പ്രതീക്ഷിക്കരുത്. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതുപോലെ, കാണിച്ചെന്നതുപോലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൽപ്പനകൾക്കനുസരിച്ച് സ്വഹാബത്ത് പ്രവർത്തിച്ചതുപോലെ മാത്രമേ നമ്മൾ പ്രവർത്തിക്കാവൂ. അപ്പോഴാണ് സ്വാലിഹായ പ്രവർത്തനം. നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ഈ സൂറത്ത് പറഞ്ഞത് റബ്ബ് സുബ്ഹാനഹു ഒരിക്കലും ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്തില്ല, നിർത്തിയില്ല. പിന്നെ പറയുന്നത് വതവാസൗ ബിൽ ഹഖ്. നമ്മൾ ഈ അറിഞ്ഞ ഹക്ക് ഉണ്ടല്ലോ, നമ്മൾ ഈ അമല് ചെയ്യുന്ന, പ്രാക്ടിക്കലാക്കുന്ന ഈ ഹക്ക്, ഇത് മറ്റുള്ളവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. നമുക്കൊരു കാര്യം അതറിയാം, ഇത് ഹറാമാണെന്ന് അറിയുമെങ്കിൽ, നമ്മുടെ മുന്നിൽ വെച്ച് ആ പ്രവർത്തനം നടക്കപ്പെടുന്നുണ്ടെങ്കിൽ, നമുക്കത് കൈകൊണ്ട് തടയാൻ സാധിക്കുമെങ്കിൽ കൈകൊണ്ട് തടയണം. ഇപ്പൊ നമ്മുടെ മകൻ അല്ലെങ്കിൽ മകൾ പ്രായപൂർത്തി എത്തി, അല്ലെങ്കിൽ നിസ്കരിക്കാൻ നിർബന്ധമാവുന്ന പ്രായമെത്തി, എന്നിട്ടും സുബഹി നിസ്കരിക്കേണ്ട സമയത്ത് കിടന്നുറങ്ങുകയാണെങ്കിൽ അവനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കൽ നിർബന്ധമാണ്. ഒരു ഉപ്പാക്കും ഉമ്മാക്കും അവരുടെ മേൽ നിർബന്ധമായിട്ടുള്ള ബാധ്യതയാണ്. ഇനി കൈകൊണ്ട് തടയാൻ സാധിക്കാത്ത അവസരമാണെങ്കിൽ നാവ് കൊണ്ട് പറയൽ നിർബന്ധമാണ്. നാവ് കൊണ്ടും കഴിയില്ലെങ്കിൽ മനസ്സുകൊണ്ട് അതിനെ വെറുക്കുക എന്നുള്ളതെങ്കിലും ഏറ്റവും അറ്റ്ലീസ്റ്റ് മിനിമം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ, നമ്മൾ തിന്മകൾ കണ്ടാൽ തിന്മയാണെന്ന രൂപത്തിൽ അതിനെ എതിർക്കണം, നന്മ കൽപ്പിക്കണം. അത് നമ്മുടെ ഓരോരുത്തരുടെ മേലും നിർബന്ധ ബാധ്യതയാണ്. അതല്ലാതെ നമ്മൾ നമ്മുടെ കാര്യം മാത്രം, നിങ്ങൾ ആലോചിച്ച് നോക്കിയ അള്ളാഹുന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം മക്കക്കാർക്കിടയിൽ നല്ലൊരു വ്യക്തിയായി ജീവിച്ചിരുന്ന സമയത്ത്, അദ്ദേഹം നല്ലൊരു വ്യക്തിത്വം, 40 വയസ്സ് വരെയും നല്ലൊരാള് തന്നെയായിരുന്നു. നല്ലൊരു വ്യക്തിയായി ജീവിച്ച സമയത്ത് അദ്ദേഹത്തെ പറ്റി ഒരാൾക്കൊരു പരാതിയും പറയാനില്ല. ആർക്കും അദ്ദേഹത്തെ വിമർശിക്കാനോ കുറ്റം പറയാനൊന്നുമില്ല. എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു. പക്ഷേ എന്ന് മറ്റുള്ളവരെ അവരുടെ തിന്മകൾ എതിർക്കാൻ ആരംഭിച്ചുവോ, അവരെ നന്മകൾ കൊണ്ട് കൽപ്പിക്കാൻ ആരംഭിച്ചുവോ, അന്നു മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവർക്കും വെറുക്കപ്പെട്ടവൻ. പക്ഷെ എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയോ? ഇല്ല. കാരണം അത് നിർത്താൻ പാടില്ലാത്ത കാര്യമാണ്. ആളുകൾ ചിലപ്പോൾ നമ്മളെ വിമർശിക്കും, കുറ്റപ്പെടുത്തും, ദേഷ്യം വരും, പ്രയാസപ്പെടുത്തും, പരിഹസിക്കും, ഒക്കെ ചെയ്തേക്കും. പക്ഷെ നമ്മുടെ മേൽ അത് നിർബന്ധ ബാധ്യത, ഇതൊരിക്കലും നമ്മൾ വിട്ടുകളയാൻ പാടില്ലാത്ത കാര്യം. അത് വീട്ടുകാരോടാണെങ്കിലും കുടുംബക്കാരോടാണെങ്കിലും നാട്ടുകാരോടാണെങ്കിലും അയൽക്കാരോടാണെങ്കിലും എല്ലാവരോടും നമുക്കിത് പാലിക്കൽ നമ്മുടെ നമ്മുടെ മേൽ കടമയാക്കി റബ്ബ് നിശ്ചയിച്ച കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വളരെ നല്ലൊരു ഉദാഹരണം പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താണെന്നറിയോ? ഒരു കപ്പല്, അത് കടലിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കപ്പലിന് രണ്ട് തട്ടുകളുണ്ട്, രണ്ട് നിലകളാണ്. മുകളിലെ നിലയിലും കുറച്ച് ആളുകൾ, താഴത്തെ നിലയിലും കുറച്ച് ആളുകളുണ്ട്. അപ്പോ ഈ പ്രശ്നം എന്താന്ന് വെച്ചാല്, കുടിക്കാനുള്ള ശുദ്ധീകരിക്കപ്പെട്ട വെള്ളം അത് മുകളിലെ നിലയിലേ ഉള്ളൂ, താഴത്തെ നിലയിലില്ല. അപ്പൊ താഴത്തെ നിലയിലുള്ള ആളുകൾക്ക് കുടിക്കാൻ വെള്ളം ആവശ്യം വരുമ്പോഴൊക്കെ മുകളിലേക്ക് കയറിപ്പോണം. അപ്പൊ ഇവരിങ്ങനെ കുറെ കയറിപ്പോയി മടുത്തപ്പോ ഇവർ വട്ടം കൂടിയിരുന്ന് ചർച്ച ചെയ്യാണ്. എന്താണ് അവർ പറയുന്നത്? എപ്പോഴും ഇങ്ങനെ മുകളിൽ പോകാനൊന്നും പറ്റൂല, ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം. അപ്പൊ ഇവര് തീരുമാനം എടുക്കുന്നത്, നമ്മൾ താഴെയാണല്ലോ കപ്പലിന്റെ, അപ്പൊ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ചെറിയൊരു ദ്വാരം ഉണ്ടാക്കിയാൽ
നമുക്ക് വേണ്ട വെള്ളം ഇവിടെ നിന്ന് തന്നെ കിട്ടുമല്ലോ, കടലിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ എന്ന് ഇവർ പറയുകയും അതെല്ലാവരും താഴെയുള്ള എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു സന്ദർഭത്തിൽ സിറ്റുവേഷനിൽ മുകളിലുള്ള ആളുകൾ അത് തടയാതിരുന്നു കഴിഞ്ഞാൽ താഴത്തെ നിലയിലുള്ള ആളുകൾ മാത്രമാണോ മുങ്ങിപ്പോവുക? അല്ല, മുകളിലുള്ളവരും മുങ്ങിപ്പോവും, നശിച്ചു പോവും. ഇതേപോലെ തന്നെയാണ് നമ്മൾ കുറേ നല്ലത് മാത്രം ചെയ്തു, നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ ഒരുപാട് ഹറാമുകൾ ചെയ്ത് ചെയ്ത് അങ്ങനെ പോവാണ്. നമ്മൾ ഇതിനെ തൊട്ടൊന്നും പറയുന്നില്ല, പ്രതികരിക്കുന്നില്ല, തടയാൻ പറ്റും തടയുന്നില്ല. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ശിക്ഷ നമ്മൾക്കും ലഭിക്കപ്പെടും. പരലോകത്ത് സ്വർഗത്തിലേക്ക് എത്തുക അത് വേറെ വിഷയം. പക്ഷെ ദുനിയാവിൽ നമുക്ക് റബ്ബ് സുബ്ഹാനഹു അവർക്കൊരു ശിക്ഷ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആ ശിക്ഷ നമ്മളും ഏറ്റുവാങ്ങേണ്ടി വരും. അവസാനം പിന്നെ പറയുന്നത് വത്തവാസൗ ബിസ്സബ്ർ, സൊബർ കാണിക്കണം. അല്ലെ, നമ്മൾക്ക് ശരിയായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ആ വിശ്വാസത്തെ പറ്റി പഠിക്കണ്ടേ? സ്വഹാബത്തിന്റെ വിശ്വാസം എന്താണ്? അതേപോലെ തന്നെ നമ്മുടെ അമലുകളൊക്കെ സ്വാലിഹാക്കണമെങ്കിൽ സ്വാലിഹായ അമലുകൾ എന്തൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് സ്വാലിഹാവുക, ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഇതൊന്നും പഠിക്കാതെ നമുക്കൊരിക്കലും നമ്മുടെ വിശ്വാസം ശരിയാക്കാൻ കഴിയില്ല, പ്രവർത്തനങ്ങൾ സ്വാലിഹാക്കാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല, സാധ്യമല്ല, ഇമ്പോസിബിൾ ആണ്. പിന്നെ പഠിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മൾ മാറ്റം വരുത്തണം, ചേഞ്ച് ചെയ്ത് വരണം, പ്രോഗ്രസ് വരുത്തിക്കൊണ്ടേയിരിക്കണം. അതേപോലെ മറ്റുള്ളവരുടെ കാര്യം, അവരുടെ എന്തെങ്കിലും പോരായ്മകൾ കണ്ടാൽ പറയണം. നല്ല വാക്കുകൾ ഉപയോഗിച്ച് അവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിൽ പറയണം എന്നല്ല, നല്ല വാക്കുകൾ ഉപയോഗിച്ച് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ പറയണം. കൈ കൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ കൈ കൊണ്ട് തടയുക തന്നെ വേണം. ഇതിനൊന്നിനും സാധിക്കില്ലെങ്കിൽ അവിടെ നിന്ന് ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങി പോകണം, ഏറ്റവും മിനിമം. ഇത് രണ്ടും കഴിയില്ലെങ്കിൽ ഒരു വിവാഹ സദസ്സിൽ പോയി, നാട്ടിലെ വിവാഹങ്ങളുടെ അവസ്ഥ അറിയാലോ, എല്ലാ തോന്നിയാസങ്ങളും വൃത്തികേടുകളും ഉണ്ടാവും. ഒരു മ്യൂസിക് കേൾക്കാത്ത ഒരാൾ, സൗന്ദര്യം പ്രദർശിപ്പിക്കാത്തൊരു സ്ത്രീ, ഇവരൊക്കെ അതിൻ്റെ അടിയിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കാൻ പാടില്ല, അവിടെ നിന്ന് ഇറങ്ങി പോരണം. അപ്പോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരുടെ വിഷയത്തിൽ ദീൻ പഠിപ്പിച്ചെന്ന രൂപത്തിൽ ഇടപെടുക. അവസാനമായിട്ട് ഇതിലൊക്കെ ക്ഷമ അവലംബിക്കുക. പലരും പലതും നമ്മളെ പറയും, പല രൂപത്തിൽ കുറ്റപ്പെടുത്തും, പല രൂപത്തിൽ പ്രയാസപ്പെടുത്തും. അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ടതില്ല. നമ്മൾ നമ്മുടെ പഠനവുമായി മുന്നോട്ട് പോവുക. നമ്മൾ നമ്മുടെ അമലുകൾ കുറ്റമറ്റതാക്കുന്നതിൽ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക. അതിൽ നമ്മൾ ഒരിക്കലും പിന്നോട്ട് മാറാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മാതൃക നമ്മൾ ഈ വിഷയത്തിലും മുറുകെ പിടിക്കുക. അങ്ങനെ മരണം വരെ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് ചെയ്തിട്ട് എല്ലാവർക്കും ഏറ്റവും നല്ല രൂപത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല കണ്ടുമുട്ടാനും അങ്ങനെ അവന്റെ തൃപ്തി കരസ്ഥമാക്കാൻ, അങ്ങനെ നരകത്തിന് രക്ഷപ്പെടാൻ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ, സ്വർഗത്തിൽ ഏറ്റവും വലിയ ദർജകൾ കരസ്ഥമാക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അതിന് ഈ ഒരു പഠനം, നമ്മുടെ തഫ്സീർ പഠനം അടുത്ത ദിവസം ആരംഭിക്കുകയാണ്, തിങ്കളാഴ്ച. ആ ഒരു പഠനം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ ഏറ്റവും വലിയ പദവികൾ കിട്ടാനുള്ള സബബായി നിശ്ചയിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീക്കും ജമിയാൻ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.